ശ്രീതു ജിൻഡോ കഴിഞ്ഞ വീക്കിൽ ഏറ്റവും നന്നായി ഹോട്ടൽ ടാസ്ക് പെർഫോം ചെയ്ത് ആ ടാസ്ക് വിൻ ചെയ്തവർക്ക് ഒരു പരിഗണനയും കൊടുക്കാത്ത ഒരു വീക്കെൻഡ് എപ്പിസോഡ്. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 6 വീക്കെൻഡ് എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് അതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ തന്നെ ഒരു ലൈക്ക് രേഖപ്പെടുത്തുക. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോളട്ടെ. വീക്കെൻഡ് എപ്പിസോഡിൽ ബാക്കി എല്ലാവരോടും നന്നാവണം, നല്ലത് മാത്രമേ നിങ്ങൾ പറയൂ, നല്ലത് മാത്രം നിങ്ങൾ ചെയ്യൂ, നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കൂ എന്നൊക്കെ പറയുമ്പോൾ ഈ നല്ല രീതിയിൽ ടാസ്ക് ചെയ്തവരെ കുറച്ചും കൂടി മോട്ടിവേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ മോട്ടിവേറ്റ് എന്ന് ഞാൻ പറയുന്നില്ല, അതും കൂടി എടുത്ത് പ്രശംസിച്ചു കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയും നല്ലത് ചെയ്യാൻ കുറച്ച് ആൾക്കാർ, അല്ലെങ്കിൽ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഫയർ കിട്ടിക്കോട്ടെ, ഞാൻ എപ്പിസോഡിൽ എല്ലാം കാണിക്കുമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുന്ന പോലെ പലരും നിന്നു പോവും എന്ന് എനിക്ക് തോന്നുന്നു. ഇത് എന്റെ ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ നമുക്ക് വീക്കെൻഡ് എപ്പിസോഡിലേക്ക് പോവുകയാണെങ്കിൽ, വീക്കെൻഡ് എപ്പിസോഡിൽ അതായത് നമ്മുടെ കഴിഞ്ഞ വീക്കിൽ നല്ല രീതിയിൽ വന്ന ഗസ്റ്റും കാര്യങ്ങളൊക്കെ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ കോളിൽ. സാബുമോൻ, അതുപോലെ തന്നെ ശ്വേത ചേച്ചി. ഇവിടുന്ന് അവസാനം എന്തൊക്കെ പറഞ്ഞു പോയതാണെങ്കിലും അവര് ആ ഒരു ഇതിൽ വന്നപ്പം ഇവരെ എല്ലാവരെയും എടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. HR നല്ല രീതിയിലുള്ള കൊട്ട് HR കിട്ടിയിട്ടുണ്ട്. ആസ് എ ക്യാപ്റ്റൻ ആയാലും, അതുപോലെ തന്നെ ഋഷിയുടെ ഒരു പെർഫോമൻസിനെ പറ്റി ആസ് എ ക്യാപ്റ്റൻ ആയാലും, അല്ലെങ്കിൽ ഒരു HR മാനേജറായിട്ടും എല്ലാവരും തികഞ്ഞ പരാജയം എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. പിന്നെ പവർ ടീം, അതായത് ഇതൊരു രാജഭരണം അല്ലെങ്കിൽ കൊട്ടാര ഭരണം പോലെയാണ് ഫീൽ ചെയ്തതെന്ന് അവിടെ അർജുൻ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ശ്വേത ചേച്ചിയും പറയുന്നുണ്ടായിരുന്നു, എനിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, ഞാനും അവിടെ ഞാനൊരു രാജ്ഞിയായിട്ട് അവിടെ വന്നിട്ട് പിന്നെ പ്രജയായി മാറിയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പല കാര്യങ്ങളും അൻസിബിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവാനായിട്ടല്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ബിക്കോസ് അൻസിബിക്ക് അത് മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അൻസിബ എടുത്ത സ്റ്റാൻഡിൽ നിന്ന് അൻസിബ ഒരു തരത്തിലും വ്യതിചരിക്കില്ല. ഇനി ആരെന്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു തെറ്റാണെന്ന് പോലും അൻസിബിക്ക് അത് സമ്മതിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഋഷിയെ കൂട്ടുപിടിച്ചിട്ടുള്ള ഒരു ഗെയിം, ആ ഗെയിം എന്തിനാണ് അൻസിബ കളിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ആ ഒരു പെർസ്പെക്റ്റീവിന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിക്കോസ് അത്ര നല്ല രീതിയിലാണ് ബാക്കി എല്ലാവരും പറയുന്നത് ഋഷിയോട് ആ ഒരു ഗെയിം ഇൻഡിവിജ്വലി കളിക്കുക എന്നുള്ളത്. ഇൻഡയറക്റ്റ് ആയിട്ട് ഇത് എല്ലാവരും പറയുന്നുണ്ട്. സാബു ചേട്ടൻ പറയുന്നു, ശ്വേത ചേച്ചി പറയുന്നു, അവിടെയുള്ള ബാക്കി കണ്ടസ്റ്റൻസ് പറയുന്നു, അത് ലാലേട്ടൻ അവിടെ തന്നെ പറയുന്നുണ്ട്, ഇനി ഇത് കാണുന്നവരെല്ലാവരും മണ്ടന്മാരായിരിക്കും എന്നുള്ള രീതിയിലൊരു സംഭവം. ക്യാപ്റ്റൻസിനെ പറ്റിയുള്ള ഒരു ചോദ്യോത്തരവേളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ സായിക്ക് കിട്ടിയ ഡയമണ്ട് ഇല്ലേ, അതിനെ വളരെ ലാഘവത്തോടു കൂടി പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതെങ്ങനെ കിട്ടി, എന്തായി എന്നുള്ള കാര്യമൊന്നും വ്യക്തമായിട്ട് എവിടെയും പ്രതിപാദിക്കാത്തത് പോലെ തോന്നി. ഇനിയിപ്പം നാളെ ആയിരിക്കും പറയാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു. നാളെ, അതായത് പവർ ടീം എല്ലാവരും നോമിനേഷനിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. പവർ ടീമിന്റെ കുറെ സവിശേഷതകൾ കുറയാനുള്ള സാധ്യതകളുണ്ട്. അത് നാളെ പവർ ടീമിനെ പറ്റി സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ലാലേട്ടൻ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ റസ്മിൻ ജാസ്മിൻ ഫൈറ്റ്, അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. വളരെ ലഘൂകരിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതൊരു ഫിസിക്കൽ അസാൾട്ട് തന്നെയാണ്. അതിനെ ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കാണിച്ചു കൊടുത്ത് എന്താണ് അവിടെ സംഭവിച്ചതെന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ജാസ്മിൻ അവിടെ ക്ഷമിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. ആ ഒരു കാര്യത്തെ വളരെ ലഘൂകരിച്ച് ഒരു യെല്ലോ കാർഡ് കൊടുത്ത് 2 ആഴ്ച നോമിനേഷനിൽ ഇട്ടിരിക്കുകയാണ്. അത് മാത്രം മതിയായിരുന്നു ആ ഒരു ശിക്ഷ എന്ന് എനിക്ക് പേഴ്സണൽ എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് കേട്ടോ. ആ ഒരു ശിക്ഷ മാത്രം പോരായിരുന്നു എന്നാണ്. ബിക്കോസ് അതൊരു ഫിസിക്കൽ അസാൾട്ട് തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. നമുക്ക് ആ ഒരു എപ്പിസോഡിൽ ലൈവിലും കണ്ടപ്പോഴും എനിക്ക് തോന്നി. അതും ആ ഒരു പവർ ടീമിന്റെ ധാർഷ്ട്യം കൊണ്ട് പവർ ടീം ഒരു ഇൻഡിവിജ്വാലിറ്റി അവിടെ കാണിച്ചില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസും അതുപോലെ തന്നെ സാബുചേട്ടനും ശ്വേത ചേച്ചിയും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ലാലേട്ടനും ഇന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫയറിംഗ് എപ്പിസോഡ് തന്നെയാണ് കാഴ്ചവെച്ചത്. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ടാസ്ക് ആയിട്ടുണ്ടായിരുന്നത് നമ്മൾ കണ്ട ആ ഒരു കവിത വായിച്ചില്ലേ, ആ കവിത കൊടുത്ത ആ ഒരു കവിത വായിച്ചിട്ട് അത് വേറൊരു ട്യൂണിൽ ഇംപ്ലിമെന്റ് ചെയ്തു. ഒരാൾ ഡാൻസ് കളിക്കുക, ഒരാൾ പാട്ട് പാടുക എന്നുള്ള രീതിയിലാണ്. സോ എന്തായാലും ആ ഒരു ടാസ്കിൽ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ സിജോയും അതുപോലെ തന്നെ ജാസ്മിനാണ്. അർജുന്റെയും ശ്രീധുവിന്റെ ഒക്കെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അവർ ആ ഒരു പാട്ടിന്റെ തമിഴ് ട്യൂണൊക്കെ കൊടുത്ത് അവർ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഒരുമിച്ചൊക്കെ ചെയ്ത് ഒരു പെർഫോമൻസ് അവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ പിന്നെ അപ്സരയും ഋഷിയും അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു ടാസ്ക് ആ ഒരു കവിത ആ രീതിയിൽ തന്നെ ചൊല്ലി. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ജിൻഡോയ്ക്കൊക്കെ വളരെ സ്ക്രീൻ സ്പേസ് പറഞ്ഞ പോലെ തോന്നി. മീൻസ് കാര്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല, കാര്യമായിട്ടുള്ള ഒരു ഇത് വന്നില്ല. ജിൻഡോ സംസാരിച്ച ആ ഒരു സംസാരത്തെ തന്നെ കട്ട് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ജാസ്മിനോട് ജയിലിൽ കടന്നതിനെ പറ്റി അല്ലെങ്കിൽ ജയിൽ നോമിനേഷനെ പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു. അവിടെ അതായത് നോറയുടെ ഭാഗം ജാസ്മിന്റെ അടുത്ത് ക്ലിയർ ആക്കാൻ വ്യക്തമായിട്ട് എപ്പിസോഡിൽ തന്നെ കൺവേ ചെയ്ത പോലെ എനിക്ക് തോന്നി. ബിഗ് ബോസ് അങ്ങനെ സാധാരണഗതിയിൽ ചെയ്യാത്തതാണ്. ഇപ്പൊ ഒരു കണ്ടസ്റ്റൻസ് തമ്മിൽ ഒരു സ്വരച്ചേർച്ചയൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നോറ പവർ ടീമിൽ അത് സംസാരിച്ചിരുന്നു. ജാസ്മിനെ ജയിലിലേക്ക് അയക്കേണ്ടിയിരുന്നില്ല എന്നുള്ള സംസാരിച്ചിരുന്നു എന്നൊക്കെ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. അത് ഒറ്റ വേർഡിൽ പറയാതെ എടുത്തെടുത്ത് പറഞ്ഞ് ആ ഒരു തെറ്റ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു ഇത്
അങ്ങനെയല്ല ചിന്തിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയാനൊക്കെ ശ്രമിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതെന്തായാലും നന്നായി. ജയിലിൽ പോകേണ്ട ഒരു വ്യക്തി ആയിരുന്നില്ല ജാസ്മിൻ എന്ന് ഈ വീക്ക് എപ്പിസോഡും ലൈവും കണ്ടവർക്ക് മനസ്സിലായി കാണും. എന്തായാലും അങ്ങനെയല്ല, അതെന്തായാലും എടുത്തു പറഞ്ഞതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ തന്നെയാണ്. പിന്നെ എപ്പിസോഡിന്റെ അവസാനത്തേക്കായപ്പോൾ ശരണ്യ ചേച്ചി നോമിനേറ്റ് ആയി പോയിരിക്കുന്നു, എവിക്റ്റ് ആയി പോയിരിക്കുന്നു. ശരണ്യം നന്ദനയായിരുന്നു അവസാനം വന്നിട്ടുണ്ടായിരുന്നു. പോസ്റ്റ്മാൻ വന്ന് ആ ഒരു കത്തല്ല, ആ ഒരു നെയിമിന്റെ ലെറ്റേഴ്സ് ഇല്ലേ, ആ ലെറ്റേഴ്സ് കൊടുക്കും. അത് ആ ബോർഡിൽ വെക്കുക. ആരുടെ പേരാണോ കൃത്യമായിട്ട് വരുന്നത് അവർ ഈ വീക്ക് സേഫ് എന്ന് പറയുന്നുണ്ടായിരുന്നു. സോ ശരണ്യ എവിക്റ്റ് ആയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ശരണ്യക്കൊക്കെ ഏകദേശം ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു ശരണ്യ എവിക്റ്റ് ആവുന്നുള്ള ഒരു കാര്യമൊക്കെ. സോ അടുത്ത നെക്സ്റ്റ് നാളത്തെ ഇതിൽ ശ്രീരേഖ ചേച്ചി പുറത്താവുമോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിഞ്ഞിരിക്കുന്നു. കമ്മ്യൂണിറ്റി പോളുകളിലാണെങ്കിൽ എല്ലാ പോളുകളിലും ശ്രീരേഖ ചേച്ചിക്കായിരുന്നു ശരണ്യേക്കാൾ വോട്ട് കുറവുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ശ്രീരേഖ ചേച്ചി അവിടെ നിൽക്കുന്നു, ശരണ്യ പുറത്തായി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ അവിടെ നിലനിൽക്കുകയാണ്. എന്താ അറിയില്ല. സോ നാളെ എപ്പിസോഡിൽ പുറത്താവും ഇല്ലെന്ന് അറിയില്ല. നാളെ ഇനി മദേഴ്സ് ഡേ സ്പെഷ്യൽ എന്തോ എപ്പിസോഡ് ഉണ്ട് എന്നൊക്കെ കേൾക്കുന്നു. അതായിരിക്കാം നാളത്തെ പ്രോമോ ആയിട്ട് വരാൻ പോകുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിനെ പറ്റി പറയുകയാണെങ്കിൽ ലാലേട്ടൻ ഫയർ ഒക്കെ തന്നെയായിരുന്നു. പക്ഷേ എവിടേക്കോ എന്തൊക്കെയൊരു മീൻസ് നമുക്ക് എപ്പിസോഡ് കട്ടിങ്ങിലൊക്കെ കുറെ പേരുടെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത പോലെ തോന്നുന്നു. അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അത് ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയതായിരിക്കാം. സോ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്താണ് തോന്നിയെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാം. എന്തായാലും ഋഷിയെ നല്ല രീതിയിൽ ഫയർ ചെയ്തിട്ടുണ്ട്. ഋഷി അത് ഇനിയും മനസ്സിലാക്കി കളിച്ചില്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെട്ടു പോകും. ഇപ്പം ഒരു ക്യാപ്റ്റനായിട്ട് അദ്ദേഹം ചെയ്ത കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു കാര്യം വിട്ടുപോയി, അപ്സരയും അതുപോലെ തന്നെ ഋഷിയും തമ്മിലുള്ള ഒരു ഫൈറ്റിലും ഋഷിയുടെ ഭാഗത്ത് ഋഷി എടി പൊടി എന്ന് വിളിച്ചതിനെ പറ്റി ലാലേട്ടൻ ഫയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്സര അഭിനയിക്കുകയാണെന്ന് പറയുന്നതിന് എന്താണ് തെറ്റ്, ഞാനും അഭിനയിക്കുന്ന ആളാണെന്ന് ലാലേട്ടൻ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ഇത്രയൊക്കെ കാര്യങ്ങളാണ് കൺവേ ചെയ്യാൻ ശ്രമിച്ചത്. വളരെ ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഏകദേശം ഒരു 1.5 മണിക്കൂർ 1.25 മണിക്കൂറുള്ള എപ്പിസോഡ് ചുരുക്കി നമ്മൾ 7 മിനിറ്റിൽ ഒതുക്കിയിരിക്കുകയാണ്. സോ ഈ എപ്പിസോഡിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും. അതുവരേക്കും ബൈ ഗൈസ്.